ബിസ്മില്ലാഹി നഹ്മദുക അല്ലാഹുമ്മ വനുസല്ലിമു അലാ റസൂലിക്കൽ അമീൻ. തസ്കിയ പാർട്ട് 13. വസ്ഹദ് വദാ ഫഖ്ദുൻ ഇലാഖത ഖൽബിക ബിൽ മാലി ലാ ഫഖ്ദുൻ ലഹു തഖു അകല വസ്സുഹുദു അഹ്സനു മൻസിബിൻ ബഅദ തുഖാ വബിഹി യുനാലു മഖാമു അർബാബിൽ ഉലാ ومحب دنيا قائل أين الطريق أين الخلاص كمسكر شرب الطلاء. 9 ഉപദേശങ്ങളിൽ മൂന്നാമത്തത് സുഹ്ദ് എന്നതാണ്. സ്വത്തിനോടുള്ള, ദുനിയാവിനോടുള്ള മാനസിക കെട്ടുപിടുത്തം ഉപേക്ഷിക്കലാണ് സുഹ്ദ് എന്ന് പറഞ്ഞാൽ. സ്വത്ത് ഇല്ലാതിരിക്കലല്ല, സ്വത്തിനോടുള്ള അധമ്യമായ ആഗ്രഹം അത് ഒരു മനുഷ്യനില്ലാതെയായാൽ അവൻ വിജയിക്കും. ധാരാളം സ്വത്തുള്ള സഹാബികളുണ്ടായിരുന്നു. അമ്പിയാക്കന്മാരുടെ കൂട്ടത്തിൽ തന്നെ രാജകീയ പദവി ലഭിച്ചവരും വലിയ സമ്പന്നന്മാരുമുണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ മനുഷ്യരിൽ ഏറ്റവും സാഹിദീങ്ങളാണ്, വലിയ സാഹിദീങ്ങളാണ്. അപ്പോൾ സ്വത്ത് ഇല്ലാതിരിക്കുക എന്നതല്ല, സ്വത്തിനോടുള്ള മനസ്സിൻ്റെ ആ വലിയ ആഗ്രഹം ഇല്ലാതെയാവുക എന്നതാണ് സുഹുദിൻ്റെ ആശയം. അങ്ങനെ വരുമ്പോൾ സ്വത്ത് കിട്ടിയാൽ അതിൻ്റെ പേരിൽ കൂടുതൽ സന്തോഷിക്കുകയോ സ്വത്ത് നഷ്ടപ്പെട്ടാൽ ദുഃഖിക്കുകയോ ചെയ്യുകയില്ല. എല്ലാം അള്ളാഹുവിൻ്റെ ഖദറിൽ തവക്കുലാക്കി ലഭിച്ച സ്വത്ത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി വിനിയോഗിക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് അയാൾ ഉയരും. അതാണ് സുഹുദിൻ്റെ ആകത്തുക. വസ്ഹദ്, നീ സാഹിദാവണം, പരിത്യാഗിയാകണം. വദാ, സുഹുദ് എന്ന് പറഞ്ഞാൽ അത് ഫഖ്ദുൻ ഇലാഖത ഖൽബിക ബിൽ മാലി, സ്വത്തിനോട് നിൻ്റെ കൽബിന് ബന്ധത്തെ ഇല്ലാതെയാക്കലാണ്. ലാ ഫഖ്ദുൻ ലഹു, സ്വത്ത് ഇല്ലാതിരിക്കലല്ല. സ്വത്തുണ്ടാവാം, ഇല്ലാതിരിക്കാം. പക്ഷെ ഉള്ള സ്വത്തിനോട് ഹൃദയത്തിന് കെട്ടിപ്പിടുത്തമില്ലാതിരിക്കലാണ്. ഇങ്ങനെ നീ സാഹിദായി കഴിഞ്ഞാൽ തഖു അകല, ജനങ്ങളെ കൂട്ടത്തിൽ നീ ഏറ്റവും വലിയ ബുദ്ധിമാനാകും. ശരിയായ ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുന്നവനാണല്ലോ. ദുന്യാവ് ധാരാളം വാരിക്കൂട്ടണമെന്ന ചിന്തയിലൂടെ ജീവിക്കുന്നു, പെടുന്നതിനയാൾ മരിച്ചു പോകുന്നു. ആഹാരം നഷ്ടപ്പെട്ടു, ദുന്യാവ് നഷ്ടപ്പെട്ടു. അപ്പോൾ അത് ബുദ്ധിയില്ലായ്മയാണ്. അതുകൊണ്ടാണ് തഖു അകല, ആ ദുന്യാവിനോടുള്ള മനസ്സിൻ്റെ കെട്ടിപ്പിടുത്തം അങ്ങ് വർജിച്ചാൽ നീ ബുദ്ധിമാനാകും. വസ്സുഹുദു അഹ്സനു മൻസിബിൻ ബഅദ തുഖാ വബിഹി യുനാലു മഖാമു അർബാബിൽ ഉലാ. വസ്സുഹുദു, ഈ പറഞ്ഞ സുഹദ്, അഹ്സനു മൻസിബിൻ ബഅദ തുഖാ, തഖ്വയ്ക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ സുന്ദരമായ സ്ഥാനമാണ്. ഒരാൾക്ക് തഖ്വ ലഭിച്ചാൽ പിന്നീട് അയാൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല പദവി സാഹിദായിരിക്കുക എന്നാണ്. വബിഹി, ആ സുഹദിലൂടെ യുനാലു, നേടിയെടുക്കപ്പെടാൻ കഴിയും. മഖാമു അർബാബിൽ ഉല, ഉന്നതമായ സ്ഥാനമാനങ്ങളുടെ വാക്താക്കൾ നേടിയെടുത്ത സ്ഥാനം. ആഖിറത്തിൽ വലിയ സ്ഥാനം നേടിയിട്ടുള്ള മഹാരഥന്മാർ, അവരുടെ സ്ഥാനം നേടാൻ ഉതകുന്ന ഒരു മഹത്തായ സ്വഭാവമാണ് സുഹ്ദ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സുഹ്ദ് മനുഷ്യൻ്റെ ഹൃദയത്തിൽ സ്വാഭാവികമായി ഉണ്ടാവാൻ പ്രയാസമാണ്. മനുഷ്യൻ എപ്പോഴും സ്വത്തിനാഗ്രഹിച്ചു കൊണ്ടിരിക്കും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ,
ലൗകാന ലിബിനി ആദമ വാദിയാനി മിൻ ദഹബിൻ്റെ പുതക സാലിസൻ, മനുഷ്യന് 2 സ്വർണത്തിൻ്റെ താഴ്വരകളുണ്ടായാൽ അത് മതിയെന്നും പറയില്ല, മൂന്നാമത്തെ ഒന്നുകൂടെ അന്വേഷിച്ച് അവൻ തിരഞ്ഞു നടക്കും എന്ന് ഹദീസിൽ കാണാം. അപ്പോൾ ആ ഒരു മാനസികമായ അവസ്ഥ മനുഷ്യ പ്രകൃതിയാണെങ്കിൽ അതിനോട് ജിഹാദ് ചെയ്ത് സ്വത്തിനോടുള്ള ഒരു വിരക്തി മനസ്സിൽ സൃഷ്ടിച്ചെടുക്കുക, ഇത് മഹാന്മാരായ ആൾക്കാരുടെ സ്വഭാവമാണ്. അള്ളാഹുവിൻ്റെ വഴിയിൽ സഞ്ചരിക്കുന്ന നല്ല ആൾക്കാരുടെ പ്രകൃതിയാണ് എന്നാണ് മഹാനവരോട് പറയുന്നത്. അത്തരം സാഹിര്യങ്ങളുടെ മഹത്വം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇരുവീട്ടിലും വിജയിപ്പിക്കുമാറാവട്ടെ. ആമീൻ.